തിരുവനന്തപുരം ജില്ലയിൽ കനത്ത വേനൽ മഴ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ ഉയർത്തി. മഴ കനത്തതോടെ നഗരത്തിൽ ഉൾപ്പെടെ ഗതാഗത കുരുക്കും വെള്ളക്കെട്ടും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? ദേവിക, വേനലിന് കൊടിയ ചൂട് നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതിനൊരു ആശ്വാസമായിട്ട് വേനലിലൊരു മഴ കൂടി പെയ്യുകയാണ്. തലസ്ഥാനത്തടക്കം മഴ ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊല്ലം ജില്ലകളിലും അടക്കം ഈ മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും, അതായത് ഒരു 2 ദിവസം കൂടി മഴ നീണ്ടു നിൽക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലയുടെ മലയോര മേഖലകളിലും മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ തീരദേശ മേഖലകൾ, നഗരപ്രദേശങ്ങളിലെല്ലാം മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലേക്കും വരികയാണെങ്കിൽ കൊല്ലം ജില്ലയുടെയും മലയോര തീരദേശ മേഖലകളിലെല്ലാം മഴ ശക്തമായി പെയ്യുന്നുണ്ട്. ഇന്ന് ഒരു ഉച്ചയോടുകൂടി ആരംഭിച്ച മഴ വളരെ ശക്തമായി തന്നെ തുടരുന്നൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഈ നഗരപ്രദേശത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ നേരത്തെ മുതൽ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തിന് ഉണ്ടായിട്ടുള്ളത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഉണ്ടാകുന്നത്. ഈ ഇന്നത്തെ ഒരു മഴയോടുകൂടി തന്നെ പല മേഖലയിലും, തമ്പാനൂരായാലും ശരി, അതോടൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേയുടെ സമീപത്ത് അടക്കം ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് ലുലുവിന് സമീപത്തടക്കം ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തൊട്ടാകെ 35% മുകളിലേക്ക് ഈ ചൂട് കനക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് കനക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു ആശ്വാസം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ഒരു വേനൽ മഴ പെയ്തിരിക്കുന്നത്. ഈ വേനൽ മഴ പെയ്തപ്പോഴും ഈ നഗരത്തിലടക്കം വെള്ളക്കെട്ടുണ്ടാകുന്നു എന്നൊരു വാർത്തകളും നിലനിൽക്കുന്നുണ്ട്. ദേവിക, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഒരു റോഡുകളിലേക്കും തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ ഒഴുകി നടക്കുകയാണ്. ഇരുവശങ്ങളിലും ഓടയുള്ള സ്ഥലങ്ങളിൽ പോലും വെള്ളക്കെട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഓടകൾ ഒരു രീതിയിലും വൃത്തിയാക്കിയിട്ടില്ല. അല്ലെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ സാധാരണഗതിയിൽ ദിനചര്യയായിട്ട് തന്നെ ഓടകൾ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതുപോലും ചെയ്തിട്ടില്ല എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയല്ലേ അത്? ദേവിക, തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് കരുതേണ്ടത്. കാരണം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ കാര്യക്ഷമമല്ലാതെയാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ വാർത്തയായി പറയുന്നത് തന്നെയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. ഈ വേനൽ സമയത്തും ഈ ഓട നവീകരിക്കുന്നു അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഈ മഴക്കാല ശുചീകരണങ്ങൾ നേരത്തെ തന്നെ ഈ ഏപ്രിൽ മെയ് മാസത്തോടുകൂടിയൊക്കെ എല്ലാ തവണയും നടക്കും. എന്നാൽ കഴിഞ്ഞ തവണയടക്കം അതിൽ വലിയ വീഴ്ച വരുത്തുകയും അത് നമ്മൾ വാർത്തയായി വരികയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ പോലും പിന്നീടും ശുചീകരണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് വേണം ഈ ഓടകൾ നിറഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് വലിയ രീതിയിൽ രൂപപ്പെടുന്നൊരു അവസ്ഥയുമുണ്ട്. നഗരത്തിൽ മാത്രം എടുത്തു പറയുകയാണെങ്കിൽ ഈ റോഡ് പണി നടക്കുന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് കൂടുന്നതിന് വലിയ കാരണങ്ങളുമുണ്ട്. കാരണം പലയിടങ്ങളിലും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള റോഡ് പണികളടക്കം നടക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ കനത്ത വെള്ളക്കെട്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കൂടുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കണക്ക് ഇതിൽ അധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ചയും എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ വേനൽ മഴ അടക്കം മുന്നിൽ കാണേണ്ടതായിരുന്നു. എന്നാലും അത്തരം നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഗതാഗത കുരുക്കെല്ലാം നമ്മളെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കടക്കം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിൽ ആശ്വാസം എന്ന് പറയുന്നത് മഴ തന്നെയാണ്. കാരണം കടുത്ത ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം ഈ താപനില ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആശങ്ക ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. കാരണം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം മാർഗനിർദ്ദേശങ്ങളും പുറത്ത് ഇറക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ മുൻകരുതൽ നടപടികൾ എന്ന ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം ഒരു ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വേനൽ മഴയെ കാണേണ്ടത്. എന്നാൽ ഈ ആശ്വാസം ഉണ്ടാകുമ്പോഴും യാത്രക്കാർക്ക് അടക്കം അല്ലെങ്കിൽ ഈ നഗരപ്രദേശങ്ങളിലടക്കമുള്ള വെള്ളക്കെട്ടുകളും ദുരിതം തീർക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ദേവിക.